കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വാഹനങ്ങളായിട്ട് വരുന്ന ആളുകളുടെ ശ്രദ്ധ കണ്ട ഈ വീഡിയോ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ റോഡിന്റെ സൈഡിലായിട്ട് ഇതുപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പോകുന്നത് കാണാം. ഇങ്ങനെ പാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പണി കിട്ടും കേട്ടോ. രാവിലെയും വൈകുന്നേരവും പോലീസുകാർ വന്നിട്ട് ഇവിടുന്ന് ഫോട്ടോ എടുത്ത് ഫൈൻ അടിച്ച് പോകുന്നുണ്ട് കേട്ടോ. പാർക്കിംഗ് ഫീ കൊടുക്കാനുള്ള മടി കാരണം ഇതുപോലെ പാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും. പാർക്കിംഗ് ഒരു ദിവസത്തേക്ക് 150 രൂപയാണ് ഇവിടെ പേ പാർക്കിങ്ങിൽ വരുന്നത് കേട്ടോ. അതിന് പകരം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനെ വണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ 1000 രൂപ ഫൈനാണ്. അത് രാവിലെ ഉണ്ടാവും വൈകുന്നേരം ഉണ്ടാവും, 2 ടൈമിൽ നിങ്ങൾക്ക് ഫൈൻ കിട്ടും. എത്ര ദിവസമാണ് നിങ്ങൾ വണ്ടി ഇടുന്നത് ആ ദിവസത്തേക്കൊക്കെ ഫൈൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ എല്ലാ ദിവസവും വന്നിട്ട് പോലീസുകാർ ഫോട്ടോ എടുത്തിട്ട് പോകുന്നുണ്ട്. ഇതിലിപ്പോൾ പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇവിടെ നല്ലൊരു വളവുമാണ്, അതുപോലെ തന്നെ റോഡിന് വീതിയും കുറവാണ്. പിന്നെ മാത്രമല്ല ആംബുലൻസും ബസ്സും ഒക്കെ ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റൂട്ടാണിത്. അപ്പം നിങ്ങൾ ഇങ്ങനെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല നിങ്ങൾ ഇതുപോലെ ഈ ഗ്യാപ്പുള്ള സ്ഥലത്ത്, അതായത് റോഡിൽ നിന്നും ഇത്രയും ഗ്യാപ്പുള്ള സ്ഥലത്ത് ഇതുപോലെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി അതല്ല, നിങ്ങൾ റോഡ് സൈഡിൽ ഈ വരയുടെ അപ്പുറത്തെ റോഡിലേക്കായിട്ടാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഫൈൻ കിട്ടും. ഇവിടെ പേ പാർക്കിംഗ് ഉണ്ട്, ഇവിടെ 2 സൈഡിലും പേ പാർക്കിംഗ് വരുന്നുണ്ട്. ഇവിടെ 150 രൂപയാണ് ഒരു ദിവസത്തേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ 150 രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ 1000 പോകും. ശ്രദ്ധിക്കുക.